ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി MSc മാത്തമാറ്റിക്സിന് വേണ്ടി നടത്തുന്ന എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സാണ്. നമ്മളിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് cos x പ്ലസ് എഗെയിൻ സ്ക്വയർ റൂട്ട് ഓഫ് cos x പ്ലസ് എഗെയിൻ സ്ക്വയർ റൂട്ട് ഓഫ് cos x പ്ലസ് എക്സെട്ര എന്ത് ചെയ്യാണ്, ഇൻഫൈനൈറ്റ് ടേംസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് എന്ത് പറയാണ്, ദെൻ dy ബൈ ഡി എക്സ് ഈസ് എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു തവണ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇവിടെ ഈ cos x പകരം x വരാം, sin x വരാം, അങ്ങനെ ഏത് ടേം വന്നാലും tan x വരെ ഏത് ടേം വന്നാലും ഈ ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ CUSAT എൻട്രൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ വളരെ ഈസിയാണ്. നമ്മളിവിടെ എടുക്കുന്നു, ലെറ്റ് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് cos x. ഇനി ഇവിടെ ഒരു cos x മാത്രം നമ്മൾ എടുത്തു. ബാക്കിയുള്ളവരെ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഈ ഒരാളെ ഒഴിവാക്കിയാൽ ഈ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ടേം ഉള്ളതുകൊണ്ട് അതും y തന്നെയാണ്. കാരണം ഇവിടുന്ന് ഒരാൾ ഒഴിവാക്കിയാലും ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവിടെ ഇൻഫൈനൈറ്റ് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. കാരണം അതിൽ മാറ്റങ്ങളൊന്നും അല്ല. കാരണം ഇൻഫൈനൈറ്റ് നമ്പർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കടലിൽ നിറയെ വെള്ളമുണ്ട്. അതിന് നമ്മളൊരു കപ്പ് വെള്ളം കോരി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞോ കൂടിയോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം എന്തുണ്ടാവില്ല, അവിടെ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതുപോലെയുള്ള ഇൻഫൈനൈറ്റ് ടേംസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ പോയാലും എന്തുണ്ടാവില്ല, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുന്നു, y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് cos x പ്ലസ് ഈ ഭാഗത്തിന് മൊത്തമായിട്ട് എന്തെടുക്കുന്നു, y. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. ഇവിടെ എന്ത് വരും, y സ്ക്വയർ ഇസ് ഈക്വൽ ടു cos x പ്ലസ് y. ഇനി എന്ത് ചെയ്യുക, രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു cos x-ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് y-യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്, എന്ത് വരും, dy ബൈ ഡി എക്സ്. ഓക്കെ, dy ബൈ ഡി എക്സ് ഉള്ള ടേമുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. എന്ത് വരും, 2y dy ബൈ ഡി എക്സ് മൈനസ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് sin x. ഇവിടെ dy ബൈ ഡി എക്സ് കോമൺ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് sin x. therefore dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് sin x ബൈ 2y മൈനസ് 2. ഇനി നമ്മൾ ഈ ആൻസർ ഓപ്ഷനിലുണ്ടോ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇതുപോലെയല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ എന്താണ്, ഇവിടെ ഒന്നും എന്തില്ല, മൈനസ് ഇല്ല. ഈ ആൻസർ നമുക്ക് ഇതിനകത്ത് ഏതാ കിട്ടുക, sin x. എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ഈ മൈനസ് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, sin x ബൈ ഇത് മൈനസ് താഴെ വരുമ്പോൾ 1 മൈനസ് 2y എന്ന് വരും. അപ്പോൾ ഏതാ ആൻസർ, എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഈ ചോദ്യം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഈ രീതിയിൽ ഇതിങ്ങനെ പോകുന്നുണ്ട്. എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് പറയാം. ഇതേ സ്ഥലത്ത് തന്നെ എന്ത് വരും, cos x മാറ്റി sin x ഇടുക, അതുപോലെ എന്ത് ചെയ്യുക, tan x ഇടുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യം ഇതേ രീതിയിൽ പല രീതിയിൽ ചോദിക്കുക. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, the domain and range of the function sin inverse x are respectively given by ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും ആണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് എല്ലാ ഫംഗ്ഷൻസിന്റെയും എന്ത് ചെയ്യാണ്, ഡൊമൈനും റേഞ്ചും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പഠിച്ചു പോകും. പക്ഷെ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം നമ്മൾ ഈ സൈൻ ഇൻവേഴ്സിന്റെ സാധാരണ പഠിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ എക്സിൻ്റെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ എക്സിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. സൈൻ എക്സിന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യാണ്, 0 0 ആണ്, π/2 ആകുമ്പോൾ 1 ആണ്. എന്ത് ചെയ്യാണ്, ഇതുപോലെ എന്ത് ചെയ്യാണ് പോകുന്ന ഗ്രാഫാണ്. എന്ത് ചെയ്യുക, π ആകുമ്പോൾ 1 വീണ്ടും 0 ആവും, 3π/2 ആകുമ്പോൾ 1 -1 ആവും, പിന്നെ എന്താണ് 2π. അതേപോലെ ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവിടെ എന്താണ്, 1-ന്റെയും -1-ന്റെയും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വാല്യൂസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഒരു കാര്യം അറിയാം, സൈൻ എക്സ് എന്തല്ല, 1 1 ഫംഗ്ഷൻ അല്ല. കാരണം എന്തുകൊണ്ടാ, ഇവിടെ 0 എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, 0 എന്ന് പറയുന്ന വാല്യൂ ആർക്കൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അതിന് മുന്നേ നമുക്ക് പറയാം. സൈൻ എക്സ് എന്ന് പറയുന്ന സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിയാ, റിയൽ നമ്പറിന് -1 1 ഇടയിലാണ്. അപ്പൊ സൈനിന്റെ ഡൊമൈന് റിയൽ നമ്പറാണ്. മുഴുവനായിട്ട് ഇവിടെ എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്, ആൻസർ ഉണ്ട്. ഓക്കെ, അവരുടെ ആൻസർ ഏതിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ, -1 1 ഇടയിലാണ് വാല്യൂ വരുന്നത്. സൈൻ എക്സ് എന്തല്ല, ഇവിടെ 1 1 ഫംഗ്ഷൻ അല്ല. അങ്ങനെയാണ് 1 1 ഫംഗ്ഷൻ ആണ്, നമുക്ക് നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്തായിരുന്നു. സൈൻ ഇൻവേഴ്സ് ഫ്രം ഇവിടുന്ന് ഇവിടത്തേക്കാണെന്ന് പറയാം. നമുക്കറിയാം ഇൻവേഴ്സ് ഫംഗ്ഷൻ പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, 1 1 ആയിരിക്കണം. 1 1 ആണെങ്കിൽ അവിടുന്ന് അതിന്റെ കോഡമൈനിന്ന് അല്ലെങ്കിൽ എന്ത് റേഞ്ച് നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ 0ന്റെ ഇമേജും പൈയുടെ ഇമേജും 2πയുടെ ഇമേജും എന്താണ്, -πയുടെ ഇമേജും -2πയുടെ ഒക്കെ ഇമേജ് എന്താണ്, 0 ആണ്. എന്തല്ല, ഫംഗ്ഷൻ 1 1 അല്ല. അപ്പൊ നമ്മള് ഇതുപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയറക്റ്റ് ഇങ്ങോട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷനെ പറയാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യും, ചുരുക്കിയിട്ട് എന്ത് ചെയ്യും, 1 1 ആയ ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, പറയും. അങ്ങനെയാണ് പഠിക്കുന്നത്. ഇത് ശരിക്കും വരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ +1 ഇത് +2 നമ്മൾ ഇത് പഠിക്കുന്നത്. +1 +2 ക്ലാസ്സുകളാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇത് ഈ രണ്ട് സ്ഥലത്ത് ഇതാണ് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നോക്കിയേ, -π/2 തൊട്ട് π/2 വരെയുള്ള സ്ഥലങ്ങളിൽ എന്തില്ല, -π/2 തൊട്ട് π/2 വരെയുള്ള സ്ഥലങ്ങളിൽ റിപ്പീറ്റേഷൻ വരില്ല. കാരണം ഇവിടെ നമ്മൾ ഒരു വാല്യൂ എടുത്താൽ -π/2ന്റെ വാല്യൂ -1 ആണ്. പിന്നെ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വന്ന് 0 എത്തി. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് വരും, കൂടി വന്ന് ഇവിടത്തേക്ക് എത്താണ് 1 വരെയാണ്. ഒരാൾക്കും എന്തില്ല, ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലത്തും എന്തില്ല, ഫംഗ്ഷന് ഒരാൾക്ക് അല്ല രണ്ടാൾക്കാർക്ക് ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ എക്സ് ഇവിടെ 1 1 ആവുന്ന രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിഫൈൻ ചെയ്യാം, -π/2 to π/2. അതെന്ത് തന്നെയാണ് വാല്യൂ, -1 തൊട്ട് 1 തന്നെയാണ്. ഇനി അതേപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്താണ്, π/2 തൊട്ട് 3π/2 വരെ എടുത്താലും ഇതേ പരിപാടി തന്നെ നടക്കും. ഇനി അതുപോലെ എന്താണ്, -π/2 to -3π/2 എടുത്താലും എന്ത് ചെയ്യാണ്, ഈ പോർഷനിലൊക്കെ എന്താണ്, ഫംഗ്ഷൻസ് 1 1 ആയിട്ട് കിട്ടും. നമുക്കറിയാം സൈൻ എക്സ് പീരിയോഡിക് ഫംഗ്ഷൻ, അതുകൊണ്ട് ഒരു ഇത് 2π കഴിഞ്ഞാൽ പിന്നെ ആവർത്തിച്ച് വരും, അതേ പോർഷൻ ആവർത്തിച്ച് വരും എന്ന് പറയും. അറിയാം, അത്രത്തോളം ഒന്നും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങളേ പറയുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാണ്, 1 1 ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. എന്ത് ചെയ്യാം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ 1 1 ആക്കുന്ന റീജിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ പറയാറ് ഇതാണ്. ഇനി വേണേൽ എന്ത് ചെയ്യാം, ഇങ്ങനെയും പറയാം, സൈൻ എക്സിനെ എന്ത് ചെയ്യാം, 1 1 ആക്കുന്ന സ്ഥലം വേണേൽ എന്ത് ചെയ്യാം, π/2 to 3π/2. അവിടെ എന്ത് തന്നെയാണ്, ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, കോഡൊമൈൻ എന്ന് പറഞ്ഞത് -1 to 1 തന്നെ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. എന്ത് വരും, സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും, ഇവിടെ ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യാം. എന്ത് വരും, -1 to 1 എന്ത് ചെയ്യാണ്, -π/2 to π/2. അതുപോലെ ആവണമെന്നില്ല, എന്ത് ചെയ്യാണ്, -1 to 1 എന്ത് ചെയ്യാണ്, π/2 to 3π/2 എന്നും പറയാം. ഇനി ഓപ്ഷൻസിൽ ആ ആൻസർ ഇല്ല, ഞാനത് മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടിയിട്ട് തന്നെ കാണിച്ചതാണ്. എന്ത് ചെയ്യാണ്, ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ എന്താണ്, -π/2 -1 to 1 ആണ്. സൈൻ ഇൻവേഴ്സിന്റെ -1 to 1 ആണ്. പിന്നെ പറയേണ്ടത്, പിന്നെ കാണുന്ന ഇതെന്താണ്, -π/2 to π/2 വരണം. ചിലപ്പോൾ ഈ ഓപ്ഷൻ വരുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നതായിരിക്കും. കാരണം എന്താണ്, 0 to π/2 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടൂല, നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഇതിന്റെ ഓപ്ഷൻ ചിലപ്പോൾ ഇതെന്താണ്, -π/2 π/2 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കറക്റ്റ് ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള കാരണം മിസ്റ്റേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയും സംഭവിക്കുക എക്സാമിന്. ഇത് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. കാരണം എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. അങ്ങനെ 6 ഇൻവേഴ്സ് ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇത് +1 +2 ഭാഗങ്ങളിലാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് പറഞ്ഞത്. നമ്മൾ 2 പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാണ്, ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ഉള്ള ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നു.